എല്ലാവർക്കും ഷൈമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിത് ഒരു സമാധാനവും നിങ്ങൾ തരുന്നില്ല. ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇതിന്റെ ഫുൾ വീഡിയോ ഒന്ന് ഇടുവോ എന്ന് ചോദിച്ച് ഇത് എന്താ സംഭവം എന്ന് തന്നെ ആർക്കും മനസ്സിലാവാതിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയില്ല, ഈ കുറച്ച് സോപ്പ് എന്ത് ഐറ്റം വെച്ചാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള ഒരു സംശയത്തിലാണ് എല്ലാവരും. ക്ലേ കൊണ്ട് അധികവും ഫേഷ്യലാണ് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മിക്ക ബ്യൂട്ടി പ്രോഡക്റ്റുകളിലും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകളിലെല്ലാം ഈ ഒരു സംഭവം സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് ഫേഷ്യൽ. അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റിത്തരാം. നിങ്ങൾക്ക് ഈ സോപ്പ് വീട്ടിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കവോലിംഗ് ക്ലേ എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ചൈനയിലെ മലനിരകളിൽ കാണപ്പെടുന്ന ഒരു ക്ലേ ആണ്. വൈറ്റ് ക്ലേ ആണ് കൂടുതലും ഉപയോഗത്തിനായിട്ട് എടുക്കുക. പക്ഷേ ഇത് പല പല കളറിൽ ഈ ഒരു ക്ലേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഈ ബ്ലാക്ക് ഹെഡുകളും അതുപോലെ തന്നെ ടാനുകൾ, അതുപോലെ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു വന്നതിൻ്റെ കുഴി, അങ്ങനെയുള്ള പാടുകളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഫേസ് പാക്ക്. അപ്പോൾ അതേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ബാറായിട്ട് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫേസ് വാഷ് ഒക്കെ എപ്പോഴും ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള ഒരു ബാർ എപ്പോഴും കയ്യിൽ കരുതിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പെട്ടെന്ന് മുഖം കഴുകണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് കവോലിംഗ് ക്ലേ. കവോലിംഗ് ക്ലേ എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ്. നമ്മൾ വെറുതെ ഉപയോഗിക്കാമെന്നല്ല, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ ഒരു 20 ഗ്രാമും 30 ഗ്രാമിനകത്തും ഉള്ള സോപ്പുകളാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്കിന്ന് മൊത്തത്തിൽ സോഫ്റ്റായി കിട്ടും. നമ്മൾ ഇതിപ്പോൾ മുഖം കഴുകാനായിട്ട് ഫേസ് ബാറായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ ഡെയിലി കുളിക്കാനും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആവും. അടിപൊളി സ്മൂത്തിങ് ആയിരിക്കും നമ്മുടെ ശരീരത്തുണ്ടാകാൻ പോകുന്നത്. അപ്പം നമുക്കത് ഇത് കുളിക്കാനുള്ള സോപ്പായിട്ട് ഉപയോഗിക്കാം, ഫേസ് ബാറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം സ്കിന്നുകാരുണ്ടല്ലോ. നമുക്കിപ്പോൾ ഡ്രൈ സ്കിന്നുണ്ട്, അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരുണ്ട്, നോർമൽ സ്കിന്നുകാരുണ്ട്, അങ്ങനെയുള്ള പല പല സ്കിന്നുണ്ട്. ആ സ്കിന്നുകാരെല്ലാം ഇത് പല രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു കവോലിംഗ് ക്ലേ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് ആണ് നമുക്ക് ഇപ്പം നമ്മൾ ഈ ഒരു ഫേസ് ബാറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അൾട്രാ വൈറ്റിൻ്റെ സോപ്പ് ബേസ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മൾ 500 ഗ്രാം അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കാണിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 500 ഗ്രാം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം സോപ്പ് ബേസ് കട്ട് ചെയ്തത് നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുക്കണം. നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഈ ബൗളിലേക്ക് ഇടണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കവോലിംഗ് ക്ലേ ആണ്. കവോലിംഗ് ക്ലേ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇപ്പോൾ ഒരു 500 ഗ്രാം സോപ്പ് ബേസിന് ഞാൻ എടുക്കുന്നത് ഒരു 3 സ്പൂണ് കവോലിംഗ് ക്ലേ എടുക്കുന്നുണ്ട്. നമ്മളിപ്പം വെയിറ്റ് നോക്കിയല്ല എടുത്തത്, 3 സ്പൂൺ കണക്കാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ചെറുതേന്, നല്ല നാടൻ ചെറുതേനാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചെറുതേനല്ല ഇത്. തേനീച്ച വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങിയ തേനാണ്. അപ്പോൾ ഈ ചെറുതേനും ഈ കവോലിംഗ് ക്ലേയും മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഏത് സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നോർമലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് കവോലിംഗ് ക്ലേയും തേനും നമ്മൾ എടുത്ത് ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് എടുത്ത് വെച്ച് കൊടുക്കാം. സോപ്പ് ബേസ് ഒന്ന് മെൽറ്റായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രമേ നമ്മുടെ കവോലിംഗ് ക്ലേയുടെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്ലിസറിൻ ബേസിനെക്കാളും കുറച്ചും കൂടി സ്പീഡിൽ ഇത് പെട്ടെന്ന് കട്ടിയാവും, സോപ്പ് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുകൊണ്ട് ആ വെള്ളത്തിൽ വെച്ച് തന്നെ നല്ലപോലെ ഇത് മെൽറ്റ് ആയതിനു ശേഷം കവോലിംഗ് ക്ലേയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പം നമ്മുടെ ക്ലേ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്ലേയും തേനും കൂടെ ഒക്കെ ലയിച്ച് വന്നപ്പോഴത്തേക്കുള്ള ആ ഒരു കളറ് കണ്ടോ. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ ഈ ഒരു സോപ്പ് ബേസുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വരണം.
അപ്പോൾ പാത്രത്തിലുള്ളതൊക്കെ തുടച്ചൊഴിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മൾ അത്രയും നമ്മുടെ ഒരു വെയിറ്റിനനുസരിച്ചാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിനൊരു വേസ്റ്റ് ആക്കി കളയരുത്. നമ്മുടെ കംപ്ലീറ്റ് തുടച്ച് മെൽറ്റായി വന്നിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ കവലിംഗ് ക്ലേ ഒഴിച്ചു കൊടുത്ത് ഇതിനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സെറ്റായി ഇതുമായിട്ട് നമ്മുടെ സോപ്പിൻ്റെ ബേസുമായിട്ട് മിക്സ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കുക. നമുക്ക് വേണേൽ ലാവൻഡർ കൊടുക്കുക, ലെക്സ് കൊടുക്കുക, ഡോവ് കൊടുക്കുക. അതെല്ലാം ഇനി ബേബി സോപ്പിൻ്റെ ഫ്രാഗ്രൻസ് കൊടുക്കണോ അത് വേണേലും കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഡോവിൻ്റെ ആണ്. ഡോവിൻ്റെ ആ ഒരു കളറും വൈറ്റ്, അതിൻ്റെ കൂടെ ഡോവിൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി താഴെ വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോവാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 തുള്ളിക്കുള്ളിലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കാരണം ഡോവിനൊക്കെ ഭയങ്കര സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. ഡോവൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണെന്ന്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ, എന്ന് വെച്ചാൽ സോപ്പ് ബേസോ ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെ സോപ്പ് തന്നെ നമ്മുടെ അടുത്ത് പല ഐറ്റം ബേസുകളുണ്ട്. അപ്പം നമ്മുടെ കാറ്റലോഗ് സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും എന്തെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഡോവിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 10 തുള്ളി, അതിൽ കൂടുതൽ ഒഴിച്ചിട്ടില്ല. ഒരു 10 തുള്ളി മതി. അത്രയ്ക്ക് നല്ല മണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോപ്പ് വേണ്ടവർക്ക്, കവലിംഗ് ക്ലേ കിട്ടാതെ ഈ ഒരു ഫേസ് ബാർ വേണ്ടവർക്ക് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മോൾഡാണിത്. ഒരു മോൾഡിൽ തന്നെ പല ഷേപ്പും ഉണ്ട്. അപ്പം നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു മോൾഡ് നല്ല കട്ടിയുണ്ട് മോൾഡിന് കേട്ടോ. അടിപൊളി കട്ടിയാണ്. നമ്മുടെ മറ്റുള്ള സോപ്പിൻ്റെ മോൾഡിനെക്കാണിയൊക്കെ നല്ല കട്ടിയുണ്ട്, തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ മോൾഡാണ്. അപ്പോൾ ഏകദേശം 20-30 ഗ്രാമിനുള്ളിലേ നമുക്ക് ഓരോ സോപ്പുകൾ കിട്ടത്തുള്ളൂ. അതിന് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ ഗ്ലിസറിൻ ബേസ് പോലെയല്ല, ഞാൻ പറഞ്ഞത് അറിയാമല്ലോ എല്ലാവർക്കും. പെട്ടെന്ന് കട്ടിയാവും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഇറക്കി വെച്ച് ഇത്രയും ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ടിയായി വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് അൾട്രാവൈറ്റ് ആണ്. ഇതുകൊണ്ട് നമുക്ക് അൾട്രാവൈറ്റ് തന്നെ വേണമെന്നില്ല, ഗോഡ് മിൽക്ക് കൊണ്ട് ചെയ്യാം. അതുപോലെ ഷിയ ബട്ടർ ഉണ്ടെങ്കിൽ ഷിയ ബട്ടറിൻ്റെ ബേസ് കൊണ്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് മറ്റുള്ള എന്താ പറയുക ഡോങ്കി മിൽക്കോ അങ്ങനെയുള്ള ഏത് ബേസ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ക്ലേ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറൊന്നും വേണ്ട, പക്ഷെ നമ്മൾ 3 മണിക്കൂർ തന്നെ കറക്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് പക്ക സെറ്റായിട്ട് നമുക്ക് കിട്ടും. 3 മണിക്കൂർ കറക്റ്റ് നമ്മൾ അതിനുള്ള ടൈം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട്, എന്ന് വെച്ചാൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് സോപ്പ് പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. മോൾഡിനകത്ത് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് തന്നെ 5 ഷേപ്പാണ് ഇതിൻ്റെ മോൾഡിന് നമുക്കിതിനകത്ത് വരുന്നത്. അപ്പം ഇഷ്ടപ്പെടുന്ന കളറിൽ കളറിലല്ല, ഇഷ്ടപ്പെടുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാം 30-20 ഗ്രാമിൻ്റെ സോപ്പാണ്. ഈ മോൾഡ് 30-20 ഗ്രാമിൻ്റെ മോൾഡാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോയത് നിങ്ങളുടെ തിരക്ക് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞ് ഇട്ടത്. കാരണം നിങ്ങൾ ഓരോരുത്തരും വെയിറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത്. സോപ്പിൻ്റെ വീഡിയോ പെട്ടെന്ന് വിടുമോയെന്നും ചോദിച്ചു. അതാണ് ഒരു കുഞ്ഞിക്കാലും ഒരു കുഞ്ഞി ടെഡി ബിയറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞിക്കാലും കുഞ്ഞി ടെഡി ബിയറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. ഡോവിൻ്റെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നുപോയത്. ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.